നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ ഹോർമുസ് കടലിടുക്കിൽ തർക്കങ്ങൾക്കും ശാശ്വത പരിഹാരം കാണാൻ പുതിയ ഒരു തന്ത്രപരമായ നീക്കവുമായി ഒമാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ മാത്രം ഒറ്റയ്ക്ക് മേഖല നിയന്ത്രിക്കുന്നതിന് പകരം ഗൾഫ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണമെന്ന് ഗൾഫ് ഫോർമുല ഒമാൻ ഇറാന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഈ പുതിയ പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. കടൽപാത വിവിധ രാജ്യങ്ങളിൽ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾക്ക് കടന്നുപോകാൻ താൽക്കാലികമായി സമാന്തര പാത തുറന്നു നൽകാം എന്ന നിർദ്ദേശം ഇറാൻ പാടെ തള്ളിക്കളയുകയാണ്. വിവിധ ആക്രമണ സംഭവങ്ങളെ ചൊല്ലി ഇറാൻ കൂടുതൽ അയൽ രാജ്യങ്ങളുമായി തർക്കത്തിലാകുന്ന മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അതേസമയം 13 രാത്രികൾ നീണ്ട കനത്ത ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ഇപ്പോഴത്തെ ചർച്ചകളിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്കില്ല എന്നും നിലവിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളുടെ പുരോഗതിയുണ്ട് എന്നാണ് ഇറാന്റെ നിലപാടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ആദ്യ ഉപാധി ലെബനനിൽ നിന്നും ഇസ്രായേലിന്റെ പിന്മാറ്റമാണ് എന്ന് ഇറാൻ പരമോന്നത നേതാവായ മുസബ് ഖമേനി വ്യക്തമാക്കുകയാണ്. അതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള ഈ പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകളിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. അമേരിക്കയുമായി നിലവിൽ യാതൊരുവിധ ചർച്ചകൾ നടക്കില്ല എന്നും അമേരിക്കയുമായി ചർച്ചകൾ തേടുക എന്നത് ഞങ്ങളുടെ രക്തത്തിലുള്ളതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. തങ്ങളുമായി സജീവ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ഇറാൻ തള്ളിക്കളയുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ താൽക്കാലികമായി വിരാമമായി ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതിനിടയിലാണ് ഇറാന്റെ ഈ പുതിയ പ്രസ്താവന എത്തുന്നത്. എന്തായാലും തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയത്. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് തസ്നീം വാർത്താ ഏജൻസിയിലൂടെ അവർ നിഷേധിച്ചത്. യഥാർത്ഥത്തിൽ ചർച്ചകൾക്കായി അഭ്യർത്ഥിച്ചത് അമേരിക്കയാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ആക്രമണങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസമായി താൽക്കാലിക ഇടവേള വന്നിട്ടുണ്ട് എങ്കിലും ഹോർമുസ് കടലിടുക്കിന്റെ സ്ഥിതിയിൽ യാതൊരു മാറ്റവുമില്ല എന്നും ആ തന്ത്രപരമായ ജലപാത പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം നയതന്ത്ര ചർച്ചകൾക്ക് അല്പം സമയം അനുവദിക്കുന്നതോടൊപ്പം സൈനിക ഓപ്ഷനുകൾ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ് എന്നാണ് US അംബാസിഡർ വ്യക്തമാക്കിയത്. സൈനിക നടപടികൾ നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇരുപക്ഷത്തു നിന്നും വ്യത്യസ്ത അവകാശവാദങ്ങൾ ഉയരുമ്പോഴും അമേരിക്കയുമായുള്ള അനുരഞ്ജന നീക്കങ്ങളെ, അതായത് പൂർണ്ണമായുള്ള അനുരഞ്ജന നീക്കങ്ങളെ ഇറാൻ പരസ്യമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.